ആവാസ് ഉറുദു കേരള ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഇമേജിറ്റർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇമേജിറ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോഗോകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന ഒരു ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമേജിറ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ലോഗോ നിർമ്മിക്കാം എന്ന് ചെറിയ തോതിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ഈ ആപ്ലിക്കേഷനിലെ അഥവാ ഇമേജിറ്റർ ആപ്ലിക്കേഷനിലെ വിവിധ ടൂളുകളെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ടൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പുതിയ പോസ്റ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂ പേജ് എന്നുള്ള ഈ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ടാണ്. ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷനുകൾ കാണാം. ഫേസ്ബുക്ക് ന്യൂസ് ഫീഡ്, വാട്സപ്പ് സ്റ്റാറ്റസ് തുടങ്ങി താഴെ ലെറ്റർ പേപ്പർ സൈസ്, ലീഗൽ പേപ്പർ സൈസ്, A4 പേപ്പർ സൈസ് ഇങ്ങനെ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ. ഇതൊക്കെ ഈ പോസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പേജ് സൈസാണ്. ഏത് സൈസിലുള്ളതാണോ, നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യകത, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാനാണ് സാധാരണഗതിയിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ആവശ്യമായ സൈസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ തൽക്കാലത്തേക്ക് A4 പേപ്പർ സൈസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ആവശ്യമായ സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ ഈ പേജ് ശ്രദ്ധിക്കുക. ഇതിൽ താഴെ ചില ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ വലതുവശത്ത് സ്നാപ്പ് എന്ന ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ കാണാനുണ്ട്. അതിൽ ആ ഗ്രിഡ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്രിഡ് ഒന്ന് ടിക്ക് മാർക്ക്, ചെക്ക് മാർക്ക് കൊടുത്തിടുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ആ കള്ളികൾ ദൃശ്യമാവും. നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റർ അല്ലെ എന്താണോ അത് വളരെ കൃത്യതയോടുകൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ഈ ഗ്രിഡ് നമ്മളെ സഹായിക്കും. ഇനി കൂടുതൽ ടൂളുകൾ പരിചയപ്പെടാം. ഇടതുവശത്ത് താഴെ പേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം, അതിൽ ടച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ പേജ് എന്നതിൽ ടച്ച് ചെയ്തപ്പോൾ കുറേ ഓപ്ഷനുകൾ ദൃശ്യമായിട്ടുണ്ട്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യമായി കാണുന്ന ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇവിടെ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഏതെങ്കിലും ആവശ്യമായ കളർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രൂപത്തിൽ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്താൽ ആ കളർ നിങ്ങളുടെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വരുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാം. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ കളറിന് പകരം ഫോട്ടോയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ, ഫോണിൽ ഏത് ലൊക്കേഷനിലാണോ ഫോട്ടോ ഉള്ളത് അവിടെ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് ആ ഫോട്ടോ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോ സെലക്ട് ചെയ്താൽ ഇനി താഴെയുള്ള ഓപ്ഷനുകളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഓവർലേ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ചിത്രത്തിന് വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. ചിത്രം ഇരുണ്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഓവർലേ, ഇതിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആണ് ഇതിൽ കളർ സെലക്ട് ആയിട്ടുള്ളത് ഡിഫോൾട്ടായിട്ട്. ഇനി ശ്രദ്ധിക്കുക, ഇടതുവശത്ത് കളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഞാൻ പച്ച സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡൺ. ഇനി വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു ഗ്രീൻ ഇഫക്റ്റ് വരുന്നതായിട്ട് കാണാം. നമ്മളിത് നീക്കുന്നതനുസരിച്ച് ആ ഗ്രീൻ ഇഫക്റ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ഈ രൂപത്തിൽ നമുക്ക് ആവശ്യമെങ്കിൽ ഈ ടൂൾ ഉപയോഗിക്കാം. ഡൺ എന്ന് കൊടുത്താൽ ആ എഫക്റ്റ് ചിത്രത്തിന് കിട്ടുന്നതായിരിക്കും. ഇത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇനി ഡൺ എന്ന് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ നോക്കി, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഓവർലേ അതും നമ്മൾ നോക്കി. അതിൽ തന്നെ ഈ കളറിന് പകരം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടു. മറ്റൊരു ഓപ്ഷൻ ഇതാ, ഈ ഓപ്ഷനിൽ നിന്നും ആവശ്യമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രേഡിയൻറ്റ് കളേഴ്സാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നിരവധി ഗ്രേഡിയൻറ്റ് കളറുകളുടെ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. അതിൽ നിന്ന് ആവശ്യമായത് നമുക്ക് സെലക്ട് ചെയ്യാം. ലീനിയർ, റേഡിയൽ ഈ രണ്ട് ഓപ്ഷനുകൾ താഴെ കാണാം. ഇതും നമുക്ക് ആവശ്യമെങ്കിൽ ഈ രൂപത്തിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ഇവിടെ ആരോ മാർക്ക് നീക്കിക്കൊണ്ടും ആവശ്യമായ മാറ്റം വരുത്താം. ഇനി റിവേഴ്സ് ആ രൂപത്തിൽ ചെയ്യാം. ഇഷ്ടം പോലെ ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. ഇത് കോപ്പി പേസ്റ്റ് എന്നുള്ള 2 ഓപ്ഷനും കൂടെ താഴെയുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പിക്ക് കളർ. നമുക്ക് സ്ക്രീനിൽ നിന്നൊരു കളർ പിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഓവർലേ ഇത്രയും നമ്മൾ നോക്കി. ഇനി നാലാമത്തെ ഓപ്ഷൻ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ക്രോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൊണ്ടുവന്നിട്ടുള്ള ചിത്രത്തെ ക്രോപ്പ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ ഭാഗം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചിത്രത്തെ ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആവശ്യമായ സൈസ് താഴെ ഓപ്ഷനുകൾ കാണാം. ഒറിജിനൽ, ക്രോപ്പ് ഫ്രീ, സ്ക്വയർ, കസ്റ്റം ക്രോപ്പ് ഇങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. ഇതിന്ന് ഏതെങ്കിലും ഓപ്ഷൻ എടുത്ത് നമുക്ക് ചിത്രത്തെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതും ആവാം. ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എഫക്റ്റ് ക്രോപ്പിംഗ് നടക്കും. ഇപ്പോൾ ക്രോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രോപ്പിംഗ് ചെയ്യാനായിട്ട് അല്പസമയം എടുക്കും. ഇപ്പോൾ ആ ക്രോപ്പിംഗ് നടന്നിട്ടുണ്ട്. ദ ന്യൂ ഫോട്ടോ ഹാസ് ഡിഫറെൻറ്റ് സൈസ് എന്ന് പറയുന്നുണ്ട്. ഇത് വ്യത്യസ്ത സൈസിലുള്ളതാണ്. അങ്ങനെ മതിയോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്ന് കൊടുക്കാം തൽക്കാലത്തേക്ക്. അല്ലെങ്കിൽ ഓൾഡ് തന്നെ നമുക്ക് എടുക്കാം. നോ കീപ്പ് ഓൾഡ് എന്നാണെങ്കിൽ ഓൾഡ് എടുക്കാം. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ക്രോപ്പ് ചെയ്ത ഭാഗം സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, ക്രോപ്പ് കഴിഞ്ഞ നാലാമതായി സൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പേജ് സൈസ് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത സൈസാണ് ഇപ്പോൾ അതിൽ വന്നിട്ടുള്ളത്. അതും ആവശ്യമെങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടുന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ സൈസ് മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് മാറ്റാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് സൈസ് ആണെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ശേഷം ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ നമ്മൾ പരിചയപ്പെട്ടു. ലാസ്റ്റിൽ ഇതിൻ്റെ ഏറ്റവും അവസാനം റീസൈസ് പോയിന്റ് എന്ന് കാണാം. റീസൈസ് പോയിന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇത് നമ്മൾ ഈ പേജിലേക്ക് കൊണ്ടുവരുന്ന ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഇമേജുകളൊക്കെ റീസൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് ആ ചിത്രത്തെ വശങ്ങളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യാം. ആ ഓപ്ഷൻ നമുക്ക് 3 ഓപ്ഷനുകളുണ്ട് ഇവിടെ. റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കാണാം. അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ വീണ്ടും പ്രസ് ചെയ്യാം. വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്താൽ മതി. താഴെ ഒന്ന് കാണാം. ഇതും അതുപോലെ തന്നെ ആക്റ്റീവ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ലോക്ക് ചിഹ്നത്തോടു കൂടെ ഒന്നും കാണാം. ഈ ലോക്ക് ചിഹ്നം അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒരേ നീളവും വീതി ഒരേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഇത് ലോക്ക് ചെയ്ത് തരണം. അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതാണ് ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ രൂപത്തിലുള്ള ഓപ്ഷനുകളാണ്. ഇത് നമ്മൾ 3ഉം ഓൺ ചെയ്തിടുക. അത് നമുക്ക് ഉപകാരപ്പെടും. ഇനി ബാക്ക് ബട്ടൺ അമർത്താം. ഇപ്പോൾ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ പേജ് എന്നുള്ള ഓപ്ഷനുകളാണ് പരിചയപ്പെട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഓവർലേ, ക്രോപ്പ്, സൈസ്, റീസൈസ് പോയിന്റ് ഇത്രയും ഓപ്ഷനുകൾ പ്രാഥമികമായി നിങ്ങൾ പരിചയപ്പെട്ടു. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് ലെയർ എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ലെയർ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി നമ്മൾ ആഡ് എന്നുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ആഡ് ബട്ടൺ ആണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രധാന ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സിമ്പിൾ, ഷേപ്പ്, ടെക്സ്റ്റ്, ഇമേജ്. നമുക്ക് ഓരോന്നും ലഘുവായിട്ടൊന്ന് പരിചയപ്പെടാം. സിമ്പിൾസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം സിമ്പിളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിരവധി സിമ്പിളുകൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഇപ്പോൾ ഷേപ്സ് എന്നുള്ളതാണ് ദൃശ്യമായിരിക്കുന്നത്. ഇനി സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹിക മാധ്യമങ്ങളിലുള്ള സിമ്പിളുകൾ നമുക്ക് ഉപയോഗിക്കാം. സിമ്പിൾസ് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ, സിമ്പിൾസ് 2 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. എല്ലാറ്റിലും നിരവധി ചോയ്സുകൾ നമുക്കുണ്ട്. ഇതുപോലെ ഇസ്ലാമികമായ അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഫോണിലില്ല. പക്ഷേ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. നിലവിൽ ഇൻ്റർനെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കാത്തത്. ഇങ്ങനെ ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടുന്ന് ഈ ചിഹ്നങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. നെറ്റ് ഓൺ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനുണ്ട്. പിന്നീട് നമുക്ക് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇതുപോലെ അതൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡിവൈഡേഴ്സ് തുടങ്ങി നിരവധി ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ധാരാളം സിമ്പിളുകൾ നമുക്ക് ഈ സിമ്പിൾസ് എന്നുള്ള ഇമേജ് ഓപ്ഷനിലുണ്ട്. മുഴുവനായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, കാരണം അത് ഒരുപാട് വൈഡാണ്. ഇത്രയും ഓരോന്നിലും നിരവധി സിമ്പിളുകളാണ് കിടക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ധാരാളം
സിമ്പലുകൾ ലഭ്യമാണ്. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഷേപ്പുകളും സിമ്പലുകളും ഇവിടുന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഡൺ എന്ന് കൊടുത്താൽ അത് ആക്റ്റീവ് ആവും. ഇത് നിലവിൽ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. സിമ്പിൾസ് നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ എടുത്തിരിക്കുന്നു. ഈ രൂപത്തിൽ നമ്മൾ അതിൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമ്പിൾ ഇവിടെ വന്നു. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു ബാക്ക് ബട്ടൺ കാണാം. ഇത് ഒറിജിനൽ വേർഷൻ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നമുക്ക് എത്ര ബാക്ക് ബട്ടൺ ഓപ്ഷൻ ഉണ്ടാവും. നിലവിൽ ഫ്രീ വേർഷനിൽ നമുക്ക് 3 ബാക്ക് ഓപ്ഷനാണ് ഉണ്ടാവുക. ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അത് ഈ രൂപത്തിൽ നമുക്കത് ബാക്കിലേക്ക് അൺഡു അല്ലെങ്കിൽ റീഡുവിലേക്ക് പോകാവുന്നതാണ്. കണ്ടില്ലേ, ഈ രൂപത്തിൽ അൺഡു റീഡു ഓപ്ഷൻ ഉണ്ട്. ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് 3 ഓപ്ഷനാണ് ഈ രൂപത്തിൽ ഉണ്ടാവുക. ഓക്കെ, ഈ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. ആഡ് ബട്ടൺ നമ്മൾ സിമ്പിളാണ് ഉപയോഗിച്ചത്. ഈ രൂപത്തിൽ എത്ര സിമ്പിളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. അതിൽ വിരൽ വെച്ചുകൊണ്ട് നീക്കിക്കൊണ്ട് നമുക്കിതിനെ ആവശ്യമായ സ്ഥലത്തേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ രൂപത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ ഒബ്ജക്റ്റും ഓരോ സിമ്പിളും ഓരോ ഇമേജിനും ഇവിടെ താഴെ ഒരു ലോക്ക് ബട്ടൺ കാണാം. നിങ്ങൾക്ക് ഇവിടെ താഴെ നിങ്ങൾക്കൊരു ലോക്ക് ചിഹ്നം കാണാം. ഇതിപ്പോൾ തുറന്ന നിലയിലാണ്. നമ്മൾ ഈ പേജിലേക്ക് കൊണ്ടുവരുന്ന ഓരോ ഒബ്ജക്റ്റിനും നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ലോക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ മൂവ്മെൻ്റ് ഇല്ല. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ആവശ്യമായ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു നിശ്ചിത ഒബ്ജക്റ്റ്, ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സിമ്പല് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതിൽ മാറ്റം വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലോക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ആ ഇഫക്റ്റ് അതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആഡ് ബട്ടൺ സിമ്പിളാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തതായിട്ട് ഷേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഷേപ്പ് എന്നുള്ളതിൽ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ തുടങ്ങി ഇതിൽ ധാരാളം ഓപ്ഷനുകളുണ്ട്. മോർ എന്നുള്ള ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല ഓപ്ഷനുകളും ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ഈ രൂപത്തിൽ ഇതിനെയും നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ രൂപത്തിൽ നമുക്ക് ആവശ്യമായ ഓപ്ഷനുകൾ അവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ആഡ് ബട്ടണിൽ ഷേപ്പ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇവിടെ തന്നെ ധാരാളം ഷേപ്പുകളുണ്ട്. മോർ എന്നുള്ളതിൽ കൂടുതൽ ഷേപ്പുകളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫ്രെയിം എന്നുള്ള മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതും നമുക്ക് വിവിധ ഫ്രെയിമുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഡൺ. ഇനി അടുത്തതായിട്ട് ഇതിൽ കാണുന്നൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ്. നമുക്ക് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ ഏതെല്ലാം ലാംഗ്വേജുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ആ ലാംഗ്വേജുകളെല്ലാം നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ വിവിധ ഭാഷകൾ ഒരേ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളും ഇതിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നിങ്ങളുടെ പേജിലേക്ക് വരുന്നതായിരിക്കും. രണ്ടെന്ന് ഒരിക്കൽ കൂടി പ്രസ് ചെയ്യാം. ഇനി ആഡ് ഓപ്ഷനിൽ മറ്റൊന്നാണ് ഇമേജ്. നമുക്ക് ഇതിലേക്ക് ഇമേജുകൾ കൊണ്ടുവരാനായിട്ട് ഇമേജ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷനുകളും കാണാം. ആഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നെറ്റ് ഓൺ ചെയ്ത സെഷനിലായിരിക്കണം എന്ന് മാത്രം. ഓൺലൈൻ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തതാണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. മൊബൈൽ ഉണ്ടോ, ഈ രൂപത്തിൽ നമുക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവുന്നത്. ഓക്കെ, ഡൺ എന്ന് അടിക്കാം. ഇനി ആഡ് ഇമേജിൽ മറ്റ് ഓപ്ഷനുകൾ ഓൺലൈൻ സ്റ്റിക്കർ, അതുപോലെ തന്നെ സ്റ്റിക്കറുകളും നമുക്ക് ഓൺലൈനായിട്ടുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിക്കാം. ഇവിടുന്ന് ആവശ്യമായ സ്റ്റിക്കറുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓൺലൈനാണ്. നെറ്റ് ഓൺ ആക്കിയാൽ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, ഈ രൂപത്തിൽ ഈ ഓപ്ഷനും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ. ഇനി ഗാലറി, നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ചിത്രങ്ങൾ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാമറയാണോ അല്ലെങ്കിൽ വാട്സപ്പ് ഇമേജസ് ആണോ ഏതിലാണോ ഉള്ളതെങ്കിൽ അവിടുന്ന് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്.
ആവശ്യമായ ചിത്രം നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്നോ മറ്റോ ഈ പോസ്റ്ററിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഡണ്ണെന്ന് അടിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഓപ്ഷനുകൾ ഇതിന് ഈ ക്യാമറയിൽ നിന്ന് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. നേരിട്ട് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം പോസ്റ്ററിലേക്ക് നമുക്ക് നേരിട്ട് ചിത്രങ്ങൾ ആവശ്യമെങ്കിൽ അതും കൊണ്ടുവരാവുന്നതാണ്. ഡണ്ണെന്നടിക്കാം. നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ചിഹ്നം അവിടെ ഉണ്ട്. നമുക്കത് സ്ഥിരമായിട്ട് നിൽക്കേണ്ടതാണെങ്കിൽ അവിടെ ലോക്ക് ചെയ്തിടാം, ഇല്ലെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ആഡ് ബട്ടണിൽ ക്യാമറ ഉപയോഗിച്ച് ചെയ്യുന്നത് പറഞ്ഞു, ക്യാൻസൽ. ഓക്കെ. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ. ഇനി ഏത് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പേജിലേക്ക് കൊണ്ടുപോകുന്ന ഐറ്റം അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ ഷേപ്പുകൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവസാനത്തിൽ ഇതിൻ്റെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്ത് യെസ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ ലെയറും നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമില്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്യുക, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ഇനി ഞാനിവിടെ ഈ ലെയർ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ പരിചയപ്പെടുത്തുകയാണ്. നേരത്തെ അത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ലെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ എന്തെല്ലാം ഒബ്ജക്റ്റുകൾ ചിത്രങ്ങൾ ഇതിൽ ഉപയോഗിച്ചോ അവയെല്ലാം ഈ ലെയർ എന്നുള്ള ഓപ്ഷനിൽ കാണാം. ലെയർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒന്നാമത്തെ കള്ളിയിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് നമുക്കിതിനെ എല്ലാം കൂടെ ഒറ്റ ലെയറായിട്ട് വേണമെങ്കിൽ ഗ്രൂപ്പ് എന്ന് ഉപയോഗിച്ച് അങ്ങനെ ഗ്രൂപ്പാക്കാം. അൺഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ പിന്നീട് നമുക്ക് കാണാം. അതും ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഫുൾ ലോക്ക്, അതായത് ഈ ലോക്ക് ചെയ്യുന്നത് ഫുള്ളായിട്ട് ഈ ചിത്രങ്ങളെല്ലാം ലോക്ക് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് മാത്രം ലോക്ക് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹൈഡ് ചെയ്യാനായി ഫുള്ളായിട്ട് ഹൈഡ് ചെയ്യുക അങ്ങനെ. അതായത് നമുക്ക് ഈ പേജിൽ നിന്ന് ഇതൊന്നും വിസിബിൾ ആവേണ്ടതില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ലെയറിൽ നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ടാണത്. ഇനി വിസിബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ലെയർ എന്നുള്ള ഓപ്ഷനിൽ ഫുൾ ലോക്കുണ്ട്, മൂവ്മെൻറ്റ് ലോക്കുണ്ട്, ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ, പിന്നെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ താഴെയാണ് വരിക. ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലോക്ക് ചെയ്ത അതിലുള്ള ലെയറുകളെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി മറ്റൊരു ഓപ്ഷൻ പരിചയപ്പെടാനുണ്ട്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്കത് പേസ്റ്റ് ആവുന്നതായിരിക്കും. ഇത് ശ്രദ്ധിക്കുക, നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതിന്ന് നമുക്ക് ആവശ്യമുള്ളത് മുകളിലേക്കും താഴേക്കൊക്കെ ലെയറുകൾ നമ്മൾ ഏറ്റവും മുകളിലുള്ളതായിരിക്കും വിസിബിൾ ആവുക. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലുള്ളതിനെ താഴേക്കോ അല്ലെങ്കിൽ താഴെയുള്ളതിന് മുകളിലേക്കൊക്കെ ഈ തലക്കുള്ള ഈ 3 ലൈനുകൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെയർ എന്നുള്ള ഓപ്ഷനിൽ പറയാനുള്ളത്. ലോക്ക്, ഫുൾ ലോക്ക്, മൂവ്മെൻറ്റ് ലോക്ക്, വിസിബിൾ അല്ലെങ്കിൽ ഹൈഡ്, കോപ്പി, പേസ്റ്റ് ഇവിടെ താഴെയുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ ഞാൻ പരിചയപ്പെടുത്തി. ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അവസാനമുള്ള ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ. ലെയർ എന്നുള്ളതിൽ ഏതാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അത്, അല്ലെങ്കിൽ ഏതിലാണോ നമുക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അത് സെലക്ട് ചെയ്യാം. താഴെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലെയർ മാത്രമേ ഉള്ളൂ, അതും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എല്ലാ ലെയറും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുത്ത ചിത്രം മാത്രമാണ് അവശേഷിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്.